നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ക്യാമ്പ് നൗ എന്നത് ബാഴ്സ ആരാധകർക്കൊരു വികാരമാണ്. എന്ന് ബാഴ്സലോണ ക്യാമ്പ് നൗവിലേക്ക് മടങ്ങിയെത്തും എന്നുള്ളതാണ് അവരിപ്പോൾ ഉറ്റുനോക്കുന്നത്. ക്യാമ്പ് നൗവിലേക്ക് ഒറ്റയടിക്കങ്ങ് കയറിയിരിക്കാൻ കഴിയില്ല. അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളും മറ്റുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ബാഴ്സ അതിന് ഘട്ടം ഘട്ടമായിട്ട് അവിടെ പൂർണ്ണ തോതിലേക്ക് മാറാനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് മാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. സീസണിൻ്റെ തുടക്കത്തിലെ 2-3 മത്സരങ്ങൾ കഴിഞ്ഞ് 4ാം റൗണ്ടിലെ മത്സരം അത് വലൻസിയയ്ക്കെതിരെയാണ്. ആ മത്സരത്തിന് ക്യാമ്പ് നൗവിൽ കളി നടത്താനാണ് ഇപ്പോൾ പ്ലാൻ ഇടുന്നത്. 4ാം റൗണ്ട് മത്സരം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 14-നാണ് FC ബാഴ്സലോണ വേഴ്സസ് വലൻസിയ പോരാട്ടമുള്ളത്. 30,000 കാണികളെ ഉൾപ്പെടുത്തി കപ്പാസിറ്റി 30,000 ആക്കി ചുരുക്കി ആണ് ആ മത്സരത്തിലേക്ക് ബാഴ്സ കടക്കുക എന്നാണ് മാർക്കയുടെ റിപ്പോർട്ട്. അപ്പോൾ വലൻസിയക്കെതിരെ വിത്ത് എ കപ്പാസിറ്റി ഓഫ് 30,000, പിന്നെ ഗെറ്റാഫയ്ക്കെതിരെ വിത്ത് എ കപ്പാസിറ്റി ഓഫ് 30,000, അങ്ങനെ പോകും. അത് കഴിഞ്ഞ് സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ 45,000 പേരെ ഉൾക്കൊള്ളുന്ന രൂപത്തിലേക്ക് മാറ്റും. സബ്സിക്വൻറ്റ് ലാലിഗ മാച്ചസും ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളും ഒക്കെ അപ്പോൾ നടക്കുക 45,000 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും. അതിനുശേഷം 60,000 കപ്പാസിറ്റിയിലേക്ക് മാറും എന്നാണ് മാർക്കയുടെ റിപ്പോർട്ട്. ഏതായാലും ക്യാമ്പ് നൗവിലേക്കുള്ള മടങ്ങി വരവ് കാത്തിരിക്കുകയാണ് ബാഴ്സ ആരാധകർ. ക്യാമ്പ് നൗവിലേക്ക് മടങ്ങി വരുമ്പോൾ മെസ്സിയുടെ ഒരു മത്സരം, അദ്ദേഹത്തിന് ട്രിബ്യൂട്ട് അർപ്പിച്ചുകൊണ്ട് കളി ഉണ്ടാകുമോ എന്നൊക്കെ നേരത്തെ ചർച്ചകളുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത്തരത്തിൽ നീക്കങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്യാമ്പ് നൗവിലേക്ക് ബാഴ്സ നിലവിലെ ഒരു പ്ലാൻ അനുസരിച്ച് സെപ്റ്റംബർ 14-ന് മടങ്ങിയെത്തും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.